ഓക്കെ, നിങ്ങളെ വളരെ ആകാംക്ഷരായിരിക്കും നമ്മളൊരു ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയതിനെ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മൾ പുതിയൊരു ക്ലാസ്സിനെ പറ്റി, പുതിയൊരു സംവിധാനത്തെ പറ്റി. മൈക്ക് എല്ലാവരും ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം. ഞാൻ പറയുന്നതിന് പറഞ്ഞ് നിങ്ങളുടെ കുറെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഗ്രൂപ്പിൽ ചോദിച്ച സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയേണ്ട ചില സംശയങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചേർത്തും അത് ആ സംശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് നിങ്ങളോട് പറയാം. എന്നിട്ട് അതിനുള്ള മറുപടിയും ഞാൻ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മീറ്റിംഗ് പൂർത്തിയാക്കത്തുള്ളൂ. അതായത് നമ്മളൊരു പുതിയൊരു എന്താണ് CSEB എക്സാം മാറുന്നു, അല്ല CSEB എക്സാമിന്റെ മുൻപുള്ള പാറ്റേണിൽ നിന്ന് മാറുന്നു, സിലബസ് മാറുന്നു, അല്ലെങ്കിൽ സമയം മാറുന്നു, പരീക്ഷയുടെ ടൈം മാറുന്നു, മാർക്ക് മാറുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അടുത്ത പരീക്ഷ എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമായിരിക്കും. പിന്നെ നമ്മൾ ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുന്ന ഒരു കോഴ്സ്, കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥാപനം ഇത്തരത്തിലൊരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നത്. അത് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ക്ഷമയോടുകൂടി പൂർണ്ണമായും ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ജോലിയിലേക്ക് എത്താനുള്ള ഈ കോഴ്സ് കഴിയുന്നതിലൂടെ, നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആ കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഒരു ജോലിയിലേക്ക് അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട്, അല്ലെ അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് എത്താനുള്ള സഹകരണങ്ങൾ നിങ്ങൾക്ക് സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്ക്രീനിൽ കാണിക്കാം ചില ചോദ്യങ്ങൾ. കുറെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളാണ്. ഒന്ന്, ക്ലാസ്സുകൾ എങ്ങനെയാണ്? കുറെ പരീക്ഷ എങ്ങനെയാണ് ക്ലാസ്സുകൾ? രണ്ട്, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, ഏതൊക്കെ സമയമാണ് ക്ലാസ്? ഇതൊക്കെ നിങ്ങളുടെ നോർമലായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ സംശയം ചോദിക്കുന്ന പകരം നമ്മൾ ആ സംശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെ ഇതിന്റെ എല്ലാം മറുപടി ഞാനിപ്പം പറഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിവിടെ തീർത്തിട്ട് നമുക്ക് ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് ആണോ ലൈവ് ക്ലാസ് ആണോ? അപ്പൊ ആദ്യമേ പറയട്ടെ, നമ്മൾ മിഷൻ 75 ഡേയ്സ്, ആദ്യം നമ്മൾ മിഷൻ 100 ഡേയ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോഴാണ് നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ മെന്റർ എക്സാമിനേഷൻ ബോർഡ് ചെയർമാനുമായി നടത്തിയ സംഭാഷണം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചിരുന്നു. അതായത് അദ്ദേഹം കൃത്യമായിട്ട് ആ വിവരങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ എന്നത്തേക്കാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ജൂലൈ മാസത്തേക്ക് പരീക്ഷ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കിട്ടുമെന്ന് വിചാരിക്കാം. ഇനി ജൂലൈയിലാണെങ്കിൽ നമുക്ക് ജൂലൈ 10-നാണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും 100 ദിവസം എന്ന് വേണേൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മൾ അത്രയും സമയം ജൂണിൽ പരീക്ഷ നടക്കും എന്ന് കണക്കുകൂട്ടി നമ്മൾ ഒരു 75 ദിവസത്തെ ഒരു പ്രോഗ്രാം, അതായത് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന, ഇന്നേ വരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിൽ, സാധാരണ 6 മുതൽ 8 മാസം വരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിലബസ് നമുക്ക് എന്താണ് ഈ 75 ദിവസക്കാലം കൊണ്ട് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തയ്യാറെടുപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ 75 ഡേയ്സ്. സ്ക്രീൻ പോയിട്ടുണ്ടോ ഇതിൽ നിന്നും? 75 ഡേയ്സിലെ 75 ഡേയ്സിൽ നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ച് ജോലിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. ശ്രമം എന്നല്ല, ഉറപ്പായിട്ടും ജോലിയിലേക്ക് എത്തിക്കും എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മിഷൻ 75 ഡേയ്സ് എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. നമ്മൾ മിഷൻ 100 ഡേയ്സ് എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് എക്സാമിനേഷൻ ബോർഡ് ചെയർമാനുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം നമ്മൾ അതൊന്ന് പരിഷ്കരിച്ച് 75 ദിവസത്തെ കോഴ്സ് കൊണ്ട് 75 ഡേയ്സ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അടുത്ത 75 ദിവസം വിജ്ഞാപനം വിളിച്ചിരിക്കുകയാണ്. ഈ ഏപ്രിൽ അവസാനം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നു. അങ്ങനെ 75 ദിവസം, ഏപ്രിൽ 1 മുതൽ 75 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ എന്നാണോ പരീക്ഷ വരുന്നത്, ഇപ്പൊ ഈ 75 ദിവസത്തിന് മുമ്പ് 60 ദിവസത്തിന് മുമ്പ് പരീക്ഷ വന്നാലും നമ്മൾ ഈ കംപ്ലീറ്റ് സിലബസ് തീർക്കും. ഇനി 75 ദിവസത്തിന് ശേഷം 100-ാമത്തെ ദിവസം വരെയാണ് നമുക്ക് പരീക്ഷ വരുന്നതെങ്കിൽ അന്ന് വരെയും ഈ ക്ലാസ് ഉണ്ടാവും. അതിനർത്ഥം എന്ന് വെച്ചാൽ എന്നാണോ
ഇനി എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ ഈ വിളിച്ചിരിക്കുന്ന എക്സാമിന് എന്നാണോ എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ നടത്തുന്നത്, ആ നടത്തുന്ന പരീക്ഷാ ദിവസം കഴിഞ്ഞ് അടുത്ത ഒരു ദിവസം കൂടെ വരെയും നിങ്ങളുടെ ആപ്പ് ആക്റ്റീവ് ആയിരിക്കും. അതായത് അടുത്ത എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ എഴുതുന്നതിലേക്ക് നിങ്ങളുടെ ആപ്പ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആക്റ്റീവ് ആയിരിക്കും എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയുന്നു, ഒരാശങ്കയും വേണ്ട. നിങ്ങൾ 75 ഡേയ്സ് എന്ന് പറയുന്നത് 75 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്പ് കട്ടായി പോകുമോ? ഒരിക്കലുമില്ല, ആപ്പ് കട്ടായി പോകത്തില്ല. ആപ്പിനകത്തെ ക്വസ്റ്റ്യൻസ്, ഡേറ്റാസ്, വീഡിയോസ് എല്ലാം തന്നെ അതിനകത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും ഇപ്പൊ 75 ദിവസം കൊണ്ടും ക്ലാസ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ 100 ദിവസമാണെങ്കിൽ 100 ദിവസത്തേക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. നമ്മുടെ മുന്നോട്ട് അതിനനുസരിച്ചുള്ള പ്ലാനുകൾ മുന്നോട്ട് പോകും. എന്നാണോ എക്സാം അന്ന് വരെ ക്ലാസ് ഉണ്ടാവും. അത് നേരത്തെ ആയിക്കോട്ടെ, 60 ദിവസം കൊണ്ടായിക്കോട്ടെ, ഇനി ഒരു മാസത്തിനുള്ളിൽ എക്സാം വന്നാലും അങ്ങനെ വരത്തില്ല, 2 മാസത്തിനുള്ളിലും വരത്തില്ല. നിങ്ങൾ സപ്പോസ് നമുക്ക് പറയാം 60 ദിവസത്തിനുള്ളിൽ വന്നാലും നിങ്ങളുടെ ക്ലാസ് അത്രയും ദിവസം വരെ നിങ്ങൾക്ക് ഉണ്ടാവും. അത്രയും ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും കാര്യം പറയുന്നു, പൂർണ്ണമായും സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. പൂർണ്ണമായും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കും. ഇനി അത് പറയുകൊണ്ട് ഞാൻ ഓരോ ചോദ്യങ്ങൾ പറയട്ടെ. ക്ലാസ് എങ്ങനെയാണ്? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? ഏതൊക്കെ സമയമാണ് ക്ലാസ്? റെക്കോർഡ് ക്ലാസ് ആണോ? റെക്കോർഡാണോ? ലൈവ് ആണോ? ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവുമോ? ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവുമോ? സംശയം ഉണ്ടായാൽ ആരോട് ചോദിക്കും? എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കാമോ? കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാകുമോ? മെന്റർഷിപ്പ് ഉണ്ടാകുമോ? ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അക്കാദമിക് കോൺട്രിബ്യൂഷൻ ചെയ്യാമോ? മോഡൽ എക്സാം ഉണ്ടാകുമോ? നിലവിൽ റെഗുലറായി പഠിക്കുന്നവർ ഇതിൽ ജോയിൻ ചെയ്യണോ? ഈ ക്ലാസ്സിൽ എത്ര ഫീസ് ആകും? ഇത്രയും ചോദ്യങ്ങളാണ് ന്യായമായും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകുന്ന ചോദ്യം. ക്ലാസ്സുകൾ എങ്ങനെയാണ്? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? ഏതൊക്കെ സമയമാണ് ക്ലാസ്? റെക്കോർഡഡ് ആണോ? ലൈവ് ആണോ ക്ലാസ്? ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാകുമോ? ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാകുമോ? സംശയം തോന്നിയാൽ ആരോട് ചോദിക്കും? എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കാമോ? കമ്പൈൻ സ്റ്റഡി ഉണ്ടാകുമോ? മെന്റർഷിപ്പ് ഉണ്ടാകുമോ? ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അക്കാദമിക് കോൺട്രിബ്യൂഷൻ ചെയ്യാമോ? മോഡൽ എക്സാം ഉണ്ടാകുമോ? നിലവിൽ റെഗുലറായി പഠിക്കുന്നവർ ഇതിൽ ജോയിൻ ചെയ്യണം. എത്ര ഫീസ് ആകും? ഇത്രയുമാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, അല്ലെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ്. ഇതിൽ കൂടുതലായിട്ട് സംശയം ഉണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഞാൻ പറയുന്നതിന് ശേഷം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നുള്ള ഒരു രൂപം ഞാൻ തന്നു. എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ വരെ ഉണ്ട്. നമ്മൾ അതിനെ എന്താണ് വിളിച്ചിരിക്കുന്നത്? മിഷൻ 75 ഡേയ്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. മിഷൻ 75 ഡേയ്സ് എന്നുള്ളതാണെങ്കിലും 100 ദിവസം കഴിഞ്ഞാണ് എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ വരുന്നതെങ്കിൽ ആ 100 ദിവസം കഴിഞ്ഞും 100 ദിവസം വരെ ക്ലാസ് ഉണ്ടാവും. ഇന്ന് മുതൽ 60 ദിവസത്തിനുള്ളിലാണ് പരീക്ഷ വരുന്നതെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ തന്നെ സിലബസ് പൂർത്തിയാക്കും. അല്ലെ ആ എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ വരെ ഉണ്ടാകുമെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇനി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? എല്ലാ ദിവസവും ക്ലാസ് വേണമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാ ദിവസവും ക്ലാസ് വേണമോ? വേണം. എല്ലാ ദിവസവും നമുക്ക് അറ്റൻഡ് ചെയ്യും. നമ്മള് എന്താണ് ഈ ഒരു ബൃഹത്തായ ഒരു സിലബസ്, എന്നാൽ ആ ബൃഹത്തായ സിലബസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ എന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സിലബസ് തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം 7-8 വിഷയങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും ക്ലാസ് വേണം. സംശയമൊന്നുമില്ലല്ലോ? ഏതൊക്കെ സമയമാണ്? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. പിന്നെ സൺഡേ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഇനി ഏതൊക്കെ സമയമാണ് ക്ലാസ് എന്ന് ചോദിച്ചാൽ, രാവിലെ വെളുപ്പിനെ 5 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്ത് ഏത് സമയത്തും ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു ക്ലാസ് ആയിരിക്കുകയില്ല, 2 ക്ലാസ് ആയിരിക്കുകയില്ല, ചിലപ്പോൾ 3 ക്ലാസ്സോ 4 ക്ലാസ്സോ ഉണ്ടാവാം. ചിലപ്പോൾ 2 ക്ലാസ് ആവാം, 3 ക്ലാസ് ആവാം. ഇപ്പൊ രാവിലെ ഉദാഹരണം പറഞ്ഞാൽ 5 മുതൽ 6 മണി വരെ. ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച, ഇന്ന് രാവിലെ 5 മുതൽ 6 വരെ ക്ലാസ് എടുത്തു. രാത്രി 9 മുതൽ 10 വരെ ക്ലാസ് എടുത്തു. അപ്പൊ നിങ്ങൾ 2 ക്ലാസ് ആയി. ഇനി നാളെ ഇതേ സമയത്ത് എടുത്തു, ഉച്ചയ്ക്ക് ഒരു 2 മുതൽ 3. ഓക്കെ. അപ്പൊ അങ്ങനെ, അതായത് ഈ 5 മുതൽ വെളുപ്പിനെ 5 മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്ത് ഏത് സമയത്തും ക്ലാസ്സുകൾ ഉണ്ടാവാം. ലൈവ് ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ്സുകളിൽ കൂടെ തന്നെ കംപ്ലീറ്റ് ടോപ്പിക്കുന്നത് ലൈവ് ക്ലാസ്സുകളാണ്, ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളാണ്.
നിങ്ങൾക്ക് സംശയങ്ങൾ അതാത് ക്ലാസ്സിൽ തന്നെ ചോദിച്ചു പോകാം. ഒരു സംശയമില്ല. നിങ്ങളുടെ ഒരു സംശയങ്ങളും വെച്ചുകൊണ്ട് പോകാതെ അതാത് ദിവസം തന്നെ പഠിച്ച് അതാത് ദിവസം തന്നെ ചോദിച്ചു പോകാം. ഇനി ലൈവ് ക്ലാസ്സുകളിൽ കയറാൻ സാധിക്കാത്തവർക്ക് ആ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. ഇന്ന് ലൈവ് ക്ലാസ് നടക്കുന്നു, രാവിലെ ലൈവ് ക്ലാസ് നടക്കുന്നതെങ്കിൽ ആ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉച്ച കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സമയത്തോ നമുക്ക് അത് അപ്ലോഡഡ് ആയിട്ട് ആപ്പിനകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ്സായാൽ വീണ്ടും അത് കാണാനുള്ള സാഹചര്യം ഉണ്ടാകും. നമുക്കത് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ലൈവ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് പഠിക്കാൻ സാധിക്കുന്ന ആളല്ല. ചില ആൾക്കാർ മറ്റ് സെന്ററുകളിൽ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പോകുന്നുണ്ടാവും. ചില ആൾക്കാർ മറ്റ് സെന്ററുകളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പഠിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ പല ആൾക്കാരാണ് ഓൺലൈൻ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഒരു പണ്ടുണ്ടായിരുന്ന സമ്പ്രദായം പോലെ ഒരു സ്റ്റഡി സെന്ററിൽ വന്നിരുന്നിട്ട് ആ സ്ഥാപനത്തിൽ മാത്രം പഠിച്ചു പോകുന്ന രീതിയല്ല ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ ആപ്ലിക്കേഷനിൽ പഠിക്കുന്ന ആൾക്കാര് കേരളത്തിലെ എല്ലാവിധ ചില ആൾക്കാരുടെ 2-3 മൊബൈൽ ആപ്പ് ഉള്ള ആൾക്കാരുണ്ട്. ചിലർ ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിക്കും. ഓരോ ആൾക്കാരുടെ സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമാണ്, അല്ലെ അവരുടെ താല്പര്യമാണ്. അപ്പൊ അങ്ങനെ ക്ലാസ്സുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലാസ് കാണാൻ പറ്റിയില്ല എങ്കിൽ അതിന്റെ റെക്കോർഡ് വേഷം ഉണ്ടാകും. അതേ ക്ലാസ് തന്നെ അതിനകത്ത് എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത്, എന്താണോ പറയുന്നത്, അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ക്ലാസ് റെക്കോർഡിലൂടെയല്ല, ലൈവിലൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ ആ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. പൂർണ്ണമായും സിലബസ് ലൈവിലൂടെ തന്നെ തീർക്കും. കയറാൻ സാധിക്കാത്തവർക്കോ വീണ്ടും കാണാനോ ആ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ആപ്പിനകത്ത് ഉണ്ടാവും. അത് നിങ്ങളുടെ പരീക്ഷ വരെയും ഉണ്ടാവും. നിങ്ങൾക്ക് എന്നാണോ നിങ്ങളുടെ ഈ പരീക്ഷ അന്ന് വരെയും അതിനകത്തുണ്ട്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഇതിനകത്ത് ഉണ്ടാവും. അടുത്തത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. ഇനി അത് 2-3 ചോദ്യങ്ങൾക്ക് ഒരുമിച്ച് മറുപടി പറയാം. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവോ? സംശയം ഉണ്ടായാൽ ആരോട് ചോദിക്കും? എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കാമോ? നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ഈ മിഷൻ 75 ഡേയ്സ് എന്ന് പറയുന്ന ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാര് നമ്മൾ മൈക്രോ ഗ്രൂപ്പുകളായിട്ട്, നമ്മൾ പണ്ട് നേരത്തെ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റിന്റെ പരീക്ഷ വന്നപ്പോൾ നമ്മൾ നടപ്പിലാക്കി വളരെ സക്സസ് ആയിട്ട് ചെയ്ത ഒരു രീതിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അന്ന് സക്സസ് ആയിട്ട് നടപ്പിലാക്കിയ രീതിയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. ആ ഒരു രീതിയാണ് ഇതിൽ നമ്മൾ അവലംബിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരെ 15 മുതൽ 20 വരെയുള്ള മൈക്രോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അതായത് ക്ലാസ്സിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ 15 മുതൽ 20 വരെയുള്ള മൈക്രോ ഗ്രൂപ്പായിട്ട് രൂപീകരിക്കും. അതിൽ അധ്യാപകരുണ്ടാവും. ഇനി അതിൽ മെന്റേഴ്സ് ഉണ്ടാവും. അതിൽ മെന്റർ ഉണ്ടാവും. ഒരു മെന്റർ ഉണ്ടാവും. അവർ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് സംശയവും ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചോദിക്കാം. എന്ത് സംശയങ്ങൾ, അത് നിങ്ങൾക്ക് എഴുതി ടൈപ്പ് ചെയ്തിടുന്ന കാര്യമായിക്കോട്ടെ, അത് ആ ടൈപ്പ് ചെയ്തിടുന്ന കാര്യത്തിനകത്ത് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി അതിന്റെ ഒരു വോയിസ് കൊടുത്തായാലോ എങ്ങനെയായാലും, അതായത് വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാത്തത്, ഒരു 50 പേരോ 100 പേരോ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതാണ് എളുപ്പം. പക്ഷെ മെസ്സേജുകൾ ചറപ്പറ വന്നുകൊണ്ടിരിക്കും. നമുക്കങ്ങോട്ട് അതൊരു സുഖകരമല്ലാത്ത അവസ്ഥയിലെത്തും. പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ 15 മുതൽ 20 വരെയുള്ള മൈക്രോ ഗ്രൂപ്പായിട്ടുണ്ടാക്കും. ടീച്ചർമാർ തന്നെയായിരിക്കും മെന്റർമാരായിട്ടുള്ള ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവും. ജോയിൻ ചെയ്യുന്നവരെ ഇപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്ന 15 പേരെ ഉണ്ടെങ്കിൽ 15 ഗ്രൂപ്പായിട്ട് നമ്മൾ 15 പേരെ ഒരു ഗ്രൂപ്പ്. അതിന് ടീച്ചേഴ്സ് ഉണ്ടാവും, മെന്റേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് എപ്പോൾ വേണമെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങൾക്ക് അതാത് സമയത്ത് മറുപടി തരും. നിങ്ങളുടെ മെന്റർ കൃത്യമായിട്ട് നിങ്ങളോട് മറുപടി തരും. ടീച്ചേഴ്സ് തന്നെയാണ് മെന്റർമാരായിട്ട് ഉണ്ടാവുക. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ ക്ലാസ്സിന് ശേഷവും അതാത് ക്ലാസ്സിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യും. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ എഴുതി ഈ ഗ്രൂപ്പിൽ ഇട്ടാൽ മെന്റർ അത് കമ്പൈൽ ചെയ്ത് തരികയും നമുക്ക് ഇടവേളയിൽ 1, 2, 3 ദിവസമോ അല്ലെങ്കിൽ വീക്കിലിയോ എങ്ങനെ വേണമെങ്കിലും ആ ഇടവേളകളിൽ നമുക്ക് സംശയം കിട്ടുന്ന സമയത്ത് ആ ഡൗട്ടുകൾ, ആ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഡൗട്ടുകൾ അങ്ങനെയും ക്ലിയർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പിലൂടെ ക്ലിയർ ചെയ്യും. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഗ്രൂപ്പിലൂടെ ക്ലിയർ ചെയ്യും. അങ്ങനെ ക്ലിയർ ചെയ്തെങ്കിൽ പോലും അപ്പൊ ഒരു ഗ്രൂപ്പിൽ ചോദിക്കുന്ന ഡൗട്ട് മറ്റൊരു ഗ്രൂപ്പിലും ഉണ്ട്. അപ്പൊ വ്യത്യസ്തമായ ഡൗട്ട് ക്ലിയർ ഉണ്ട്. ഈ ഡൗട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതാത് ഗ്രൂപ്പിലെ മെന്റർമാർ കളക്ട് ചെയ്തിട്ട് നമുക്കതിനെ ഡൗട്ട് ക്ലിയറിംഗ് പ്രത്യേകമായിട്ട് വേറെ സെഷൻസും നമ്മൾ കൊടുക്കും. ഇനി സംശയം ഉണ്ടായാൽ ആരോട് ചോദിക്കും? നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. ഗ്രൂപ്പിൽ ചോദിക്കാം.
നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ മെന്ററെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഒരു മെന്ററാണ് ഒരു 15-20 പേർക്ക് ഒരു മെന്റർ ആകുമ്പോൾ ആ മെന്ററിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. എപ്പോഴും അവരോട് നിങ്ങൾക്ക് ടച്ചിൽ നിൽക്കാം, ഏത് സമയത്തും വിളിക്കാം, ഏത് സമയത്തും ചോദിക്കാം, ഏത് സമയത്തും 24 മണിക്കൂർ നിങ്ങൾക്ക് കോണ്ടാക്റ്റിൽ നിൽക്കാൻ സാധിക്കും. ഇനി കമ്പൈൻ സ്റ്റഡി ഉണ്ടാവും. ഈ ഗ്രൂപ്പ് തന്നെയാണ് നിങ്ങളുടെ ഈ 15-20 പേര് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കുകയും അത് നിങ്ങളെ ഒന്ന് ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ മെന്റർ സഹായിക്കുകയും ആ ഗ്രൂപ്പ് വഴി കമ്പൈൻ സ്റ്റഡി ഉണ്ടാവും. ആ ഗ്രൂപ്പിനുള്ള കമ്പൈൻ സ്റ്റഡിയുടെ ലിങ്ക് നമ്മുടെ എജുകോസിന്റെ ലിങ്ക് തന്നെ നിങ്ങൾക്ക് ഇട്ടു തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നൊരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്താൽ അത് 40 മിനിറ്റേ നിൽക്കും, അതിൽ കൂടുതൽ സമയം നിൽക്കത്തില്ല, പിന്നെ കട്ടായി പോകും. നമ്മുടെ ലിങ്കാണ്, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും കമ്പൈൻ സ്റ്റഡി ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത സമയം നിങ്ങൾക്ക് എപ്പോഴാണോ സമയം, ആ ഗ്രൂപ്പിൽ ഇപ്പോൾ 15 പേരുണ്ട്, 3 പേർക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യണം, നമ്മളെ ലിങ്ക് ഇട്ട് കൊടുക്കും, ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ ലിങ്ക് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ മെന്റർ നിങ്ങളോട് പറയും ഈ ടൈമിൽ കമ്പൈൻ സ്റ്റഡി ഉണ്ടാവും എന്ന് പറയും. കമ്പൈൻ സ്റ്റഡിക്ക് കയറാം, കമ്പൈൻ സ്റ്റഡി ചെയ്യാം. ആ കമ്പൈൻ സ്റ്റഡി കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ആ മൈക്രോ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അക്കാദമിക് കോൺട്രിബ്യൂഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേതായ നിങ്ങൾ പഠിച്ചു വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യവും 4 ഓപ്ഷൻസും അതിനകത്തേക്ക് ഇടാം, നിങ്ങൾക്ക് അതിന്റെ ആൻസറും ഇടാം. അപ്പൊ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന പോയിന്റ്സ്, നിങ്ങൾ കണ്ടെത്തുന്ന വിവരങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ചെയ്യാം. ഇനി അതിനകത്ത് അതിനെന്തെങ്കിലും ആധികാരികത വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സംശയങ്ങൾ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതുമാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഷെയർ ചെയ്യാമെന്നാണ്, യാതൊരു പ്രശ്നമില്ല. ഇനി മോഡൽ എക്സാം ഉണ്ടാവും, എല്ലാ ദിവസവും മോഡൽ എക്സാം, എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന ടോപ്പിക്കിനനുസരിച്ചുള്ള മോഡൽ എക്സാം പിറ്റേ ദിവസം ഉണ്ടാവും. വീക്കിലി എക്സാം ഉണ്ടാവും. ഇപ്പൊ 100 മാർക്കിന്റെ ആയതുകൊണ്ട് ഇപ്പൊ എല്ലാ ദിവസവും നടക്കുന്ന എക്സാമിൽ നമ്മൾ അതാ ദിവസം എടുക്കുന്ന ആ ക്ലാസ്സിൽ ഇപ്പൊ 2 ക്ലാസ് രാവിലെയും വൈകിട്ടുമാണ് 2 ക്ലാസ് എങ്കിൽ ആ 2 ക്ലാസ്സിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മോഡൽ എക്സാം ഉണ്ടാവും. ഇനി അല്ലെ 4 ക്ലാസ്സാണ് ഒരു ദിവസം എടുക്കുന്നതെങ്കിൽ ആ 4 ക്ലാസ്സിൽ നിന്ന് വരാവുന്ന എക്സാം വെച്ചിട്ട് 2 ദിവസം മോഡൽ എക്സാം ഉണ്ടാവും. വീക്കിലി അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ നമുക്ക് 100 മാർക്കിന്റെ ഏതാണ്ട് 3 ദിവസം കൂടുമ്പോൾ നമുക്ക് പഠിക്കുന്നതനുസരിച്ച് 100 മാർക്കിന്റെ എക്സാം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ചെയ്യാൻ പറ്റും 100 മാർക്ക്. അപ്പൊ അങ്ങനെ 100 മാർക്കിന്റെ എക്സാമും നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ നിലവിൽ റെഗുലറായി പഠിക്കുന്നവർ ഇതിൽ ജോയിൻ ചെയ്യണം. നിലവിൽ റെഗുലറായി പഠിക്കുന്നവർ ജോയിൻ ചെയ്യണം എന്ന് വെച്ചാൽ നിലവിൽ ഇവിടെ നമുക്ക് റെഗുലർ കോഴ്സ് ഉണ്ട്, റെഗുലർ ക്ലാസ് ഉണ്ട്, റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. ഇതൊരു പ്രത്യേക കോഴ്സാണ്, പ്രത്യേക ക്ലാസ് ആണ്, പ്രത്യേക രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് നിലവിൽ പഠിക്കുന്നവർക്ക് ജോയിൻ ചെയ്യണം. എന്നാൽ നിലവിൽ പഠിക്കുന്നവർക്ക് ഫീസിന്റെ കാര്യം ഞാൻ പറയാം. നിലവിൽ പഠിക്കുന്നവർക്ക് മറ്റുള്ള ഈ കോഴ്സിന്റെ ഫീസിന്റെ പകുതിയിലും ഒരല്പം കൂടെ, അല്ല 50% ഫീസ് എന്ന് പറയാം. നിലവിൽ ഇവിടെ റെഗുലറായിട്ട് പഠിക്കുന്നവർക്ക് ഫീസ് ഇളവുണ്ടായിരിക്കും. ആ ഇളവ് എങ്ങനെയാണെന്നുള്ളത് ഫീസ് പറയുമ്പോൾ ഞാൻ പറയും. ഫീസ് തീർച്ചയായിട്ടും ഇളവുണ്ടാവും. റെഗുലറായി ജോയിൻ ചെയ്യുന്നവർ ഡെഫിനറ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. അത് ഈ ക്ലാസ്സിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളത് ഡെഫിനറ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. ഇനി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഓക്കെ എന്ന് പറയും. ഇനി ഫീസ് എത്ര എന്നൊരു ചോദ്യമുണ്ട്. അതിനു മുമ്പ് ഞാനൊന്ന് പറയോട്ടെ. നിങ്ങൾക്കറിയാം, എക്സാമിനേഷൻ ബോർഡിന്റെ പരീക്ഷ ഇപ്പോൾ 1.5 മണിക്കൂർ സമയത്തേക്ക് ആക്കിയിട്ടുണ്ട്. 100 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങൾക്ക് നിലവിലുണ്ടായിരിക്കുന്ന സിലബസ് തന്നെയാണ് സിലബസ്. ആ സിലബസ് 160 വരെ 100 മാർക്കിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവര് അതിന്റെ സിലബസ് കോൺട്രിബ്യൂഷന്റെ സിലബസിനകത്തെ മാർക്ക് ഡിവിഷൻ എങ്ങനെയാണെന്ന് ഉടൻ പബ്ലിഷ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ കോർപ്പറേഷൻ പഠിക്കണം, ലോ പഠിക്കണം, പിന്നെ അക്കൗണ്ടൻസി പഠിക്കണം, ബാങ്കിങ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, മാത്സ് പഠിക്കണം. ഇതിനകത്തൊന്നും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാനുള്ള എക്സാമിനേഷൻ ബോർഡിന്റെ സാധ്യതകളൊന്നുമില്ല. കാര്യം നമ്മൾ നിലവിലുള്ള 160 മാർക്ക് 100 മാർക്കിലേക്കാക്കി എന്ന് മാത്രമേ 160 ക്വസ്റ്റ്യൻ 80 മാർക്ക് 100ലേക്കാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അതിനകത്തൊരു കൺഫ്യൂഷനും ഇല്ല. അവരത് പബ്ലിഷ് ചെയ്യട്ടെ. അപ്പോൾ ആ പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ലോ ഒക്കെ അഗാധമായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. കാര്യം ഇപ്പൊ നമ്മൾ ആക്ട് മാറി റൂളും മാറി. അപ്പൊ ആക്ട് മാറി റൂളും മാറിയെങ്കിൽ അത് കംപ്ലീറ്റ് ഇനി അറിഞ്ഞിരിക്കണം. ഇനി ഒരു ഇളവില്ല നമുക്ക്. കാരണം നേരത്തെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇളവ് തന്നിരുന്നു. ആക്ട് ലോ
അമെന്റ്മെന്റ് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്ത ഒരു 3 മാസം കൂടെ നമുക്ക് സമയം കിട്ടുന്നു. അതായത് എക്സാമിനേഷൻ ബോർഡ് ചെയർമാൻ അനുസരിച്ച് ജൂണിലോ ജൂലൈയിലോ ആയിരിക്കും പരീക്ഷ. ഏപ്രിൽ, മെയ്, ജൂൺ. ഇനി ഏറ്റവും കൂടുതൽ ജൂലൈ എന്നുള്ള വിട്ടേക്കാം. അങ്ങനെ എന്നാലും 3 മാസം അല്ലെങ്കിൽ 75 ദിവസം. അപ്പൊ ആ സമയത്തിനുള്ളിലായിരിക്കും പരീക്ഷ ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനുള്ളിൽ പഠിച്ചെടുക്കണം. അതുകൊണ്ട് അമെന്റ്മെന്റും ഒക്കെ ഡെഫിനറ്റ് ആയിട്ടും റൂൾ ആയാലും ആക്ട് ആയാലും അതെല്ലാം നമുക്ക് പഠിച്ചു പോകണം. ഇപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് അക്കൗണ്ടൻസി അറിയാവുന്ന ആളായിരിക്കാം, കുറച്ച് ബാങ്കിങ് അറിയാവുന്ന ആളായിരിക്കാം. എല്ലാവരുടെയും പ്രശ്നം ഏതെങ്കിലും വിഷയമൊക്കെ കുറേയൊക്കെ അറിയാം, ഏതെങ്കിലും വിഷയമൊക്കെ കുറേയൊക്കെ അറിയത്തില്ല. ഇതാണ് ഇതിനകത്ത് എല്ലാവരുടെയും പ്രശ്നം. എല്ലാ വിഷയങ്ങളും ഒരുവിധം അറിയാവുന്ന ആൾക്കാർ എല്ലാവരും ഇല്ല. ചില ആൾക്കാർ മാത്സിൽ 10 മാർക്ക് വാങ്ങിക്കും, ഇംഗ്ലീഷിൽ 4 മാർക്ക്. ചില ആൾക്കാർ ലോയിൽ ഫുള്ള് മാർക്ക് വാങ്ങിക്കും, കോർപ്പറേഷനിൽ കുറച്ചേ വാങ്ങിക്കും. ചിലർ അക്കൗണ്ടൻസ് നല്ലപോലെ സ്കോർ ചെയ്യും, ചിലർ ബാങ്കിങ് സ്കോർ ചെയ്യും. അങ്ങനെയല്ല, അങ്ങനെ സ്കോർ ചെയ്താൽ അപ്പൊ അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഇപ്പൊ ചിലർ പറയും ഞാൻ ജി കെ വിട്ടേക്കുന്നു, ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം എഴുതും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് ജി കെ വിട്ടേക്കുന്നു ഞാൻ പറയും. അങ്ങനെ പഠിച്ചാൽ എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ ഒരു കാരണവശാലും നിങ്ങൾക്ക് മുന്നിലെത്താൻ സാധിക്കത്തില്ല. നിങ്ങൾ എല്ലാത്തിനും ഈക്വൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം അല്ലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൂടെ പഠിച്ച് അതിനകത്ത് കുറച്ച് മാർഗമാണെങ്കിലും അതിന് ട്രൈ ചെയ്യണം. ഇനി ശ്രമം എന്ന് പറയുന്നത് നമ്മൾ ശ്രമിക്കണം. എന്നാൽ ശ്രമിക്കാതിരുന്നാലാണ് നമ്മൾ നമ്മൾ ആ വിജയത്തിലേക്ക് എത്താതിരിക്കുന്നത്. പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് ഡെഫിനറ്റ് ആയിട്ട് എത്തിയിരിക്കും. ആ ശ്രമമാണ് നമുക്ക് വേണ്ടത്. ആ ശ്രമിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ നിങ്ങളുടെ ചോദ്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതുകൂടെ ചോദിച്ചതിന് ശേഷം ഫീസിലേക്ക് നോക്കാം. സർ, ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത്. അപ്പോ ഓൺലൈൻ ക്ലാസ് അന്നേരം ആ സമയത്ത് CSCB ഗോൾഡ് ബാച്ചിലെ ചേർന്ന്. അപ്പൊ ആ ക്ലാസ്സും നമുക്ക് കിട്ടും, അന്നേരം ഈ ഒരു ക്ലാസ്സും കൂടി കിട്ടുന്നതായിരിക്കും അല്ലേ? റെഗുലറായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിൽ ഫീസ് അളവുണ്ടാവും. ആ ഫീസ് അളവിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അന്നേരം ഈ 2 ബാച്ചിന്റെ, ഈ ബാച്ചിന്റെ ക്ലാസ്സും കിട്ടും, ആ ബാച്ചിന്റെ ക്ലാസ്സും കിട്ടും, അതാണോ? അത് ദിവസവും നമുക്ക് ക്ലാസ് തരുന്നതല്ലേ ഓൺലൈൻ ബാച്ചിലൂടെ? നിങ്ങൾക്ക് എങ്ങനെയാണോ റെഗുലർ ക്ലാസ്സിൽ ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ബാച്ചുണ്ട്, വിന്നേഴ്സ് ബാച്ചുണ്ട്, ഫൈറ്റേഴ്സ് ബാച്ചുണ്ട്. ആ ബാച്ചിലെ ക്ലാസ്സുകൾ നിങ്ങൾ മന്ത്ലി ഫീസ് അടച്ചടച്ച് മന്ത്ലി ആയിരിക്കാം, 3 മാസത്തേക്കായിരിക്കാം, 2 മാസത്തേക്കായിരിക്കാം, 6 മാസത്തേക്കായിരിക്കും, 1 വർഷത്തേക്കായിരിക്കും, അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. ആ പഠിച്ചു പോകുന്ന ക്ലാസ്സുകൾ അങ്ങനെ നിങ്ങൾ ഫീസ് അടച്ചു പോകുന്നു. ഇതിന് നിങ്ങൾക്ക് ഒരു ഫീസ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഫീസ് കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആ ഫീസ് നിങ്ങൾ അടച്ചാൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് എത്ര നാൾ ആക്റ്റീവ് ഉണ്ടോ അത്രയും നാൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? സർ, എല്ലാ ക്ലാസ്സും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരിക്കും? അതായത് ഇപ്പൊ ഫൈറ്റേഴ്സ് ബാച്ചിനൊക്കെ ഒരു എനിക്ക് മനസ്സിലായി. അതായത് പറയാൻ വിട്ടുപോയ കാര്യമാണ്, നമ്മൾ ടോപ്പിക്കിലൂടെയാണ് കവർ ചെയ്യുന്നത്. അതായത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യനിലൂടെ അല്ല ഈ ബാച്ച് കവർ ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ടോപ്പിക്കിലൂടെ തന്നെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ, നമുക്ക് ഈ മിൽക്ക് സൊസൈറ്റികളെ പറ്റി പഠിക്കണം, അല്ലെ ഫോറിൻ കോർപ്പറേഷനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കൺസ്യൂമർ സൊസൈറ്റികളെ കുറിച്ച് പഠിക്കണം, അല്ലെ മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പം നമ്മൾ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ ഇപ്പൊ നാഷണൽ ലെവലിലെ മാർക്കറ്റിംഗ് സൊസൈറ്റി, ഇന്റർനാഷണൽ ലെവലിലെ മാർക്കറ്റിംഗ് സൊസൈറ്റി, അല്ലെങ്കിൽ കേരളത്തിലെ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ. അപ്പൊ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മൾ പഠിക്കും. എന്നാൽ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ബാച്ച് വേറെ, ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ക്ലാസ്സുകളും ഉണ്ടാവും. ഓക്കെ അല്ലെ? കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലൂടെ എടുക്കുന്ന ക്ലാസ് അല്ല, നമ്മളെ പൂർണ്ണമായ ടോപ്പിക്ക് ഇതിലൂടെ പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, ചുരുങ്ങിയ സമയം കൊണ്ട്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ
നമുക്കിവിടെ മത്സരം കൂടി വരികയാണ്. ആ മത്സരത്തെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 75 ദിവസം കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ടോപ്പിക്കും പഠിപ്പിച്ച് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു പരിശ്രമമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ രൂപ? ആ സർ ക്ലിയർ. ഈ ലോന്റെ കാര്യത്തിൽ ലോ ഒക്കെ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ക്ലാസ് കിട്ടും അല്ലേ? അപ്പം എല്ലാം ചാപ്റ്റർ വൈസ്, ഒരു ക്ലാസ്സും ചാപ്റ്റർ ഇല്ലാതില്ല, എല്ലാം ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ക്ലാസ് ഉണ്ടാവും. എല്ലാ ക്ലാസ്സുകളും ഇപ്പൊ ലോയുടെ സെക്ഷൻ മെമ്പർഷിപ്പിന്റെ ആണെങ്കിൽ മെമ്പർഷിപ്പിന്റെ സെക്ഷൻ വൈസ് ആയിട്ട് തന്നെ ക്ലാസ്സുകളുണ്ടാവും. ഒരു സംശയം ഉണ്ടാവത്തില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും? സർ ക്ലാസിന്റെ ടൈം മാറ്റായിരിക്കും അല്ലേ? ഇപ്പൊ ഗോൾഡ് ബാച്ചിന്റെ രാവിലെ നമുക്ക് വെളുപ്പിന് നമ്മൾ ക്ലാസ് ഉണ്ടാവും. നമ്മൾ എന്താണ് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വിജയത്തിലേക്ക് എത്തുക. ഒരു 6 മുതൽ 8 മാസം വരെ ക്ലാസ്സുകൾ കൊണ്ട് പഠിക്കേണ്ട കാര്യം നമ്മളൊരു 75 ദിവസം ഇൻവെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മുടെ ശ്രമങ്ങൾ ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. എന്താണ്, നമ്മുടെ മുൻപ് നമ്മൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും, അതൊക്കെ നമ്മുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എന്താണ്, ഇങ്ങനെ ഒരു അപ്പോൾ ആ ശ്രമിക്കാൻ നമ്മളെ പരാജയപ്പെടരുത്. അതായത് ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കരുത് എന്നർത്ഥം, ഞാൻ പറയുന്ന അർത്ഥം. ഓക്കെ, ചോദിച്ചോളൂ. മറ്റെന്തെങ്കിലും ചോദിച്ചോണ്ടോ? നമ്മുടെ ഇംഗ്ലീഷ് GK മാത്സ് ഉണ്ടോ? എക്സാമിനേഷൻ ബോർഡ് പരീക്ഷയ്ക്ക് ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതെല്ലാം പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് എക്സാമിനേഷൻ ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടത്? നിങ്ങൾക്ക് 100 എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ പറഞ്ഞു. ഇനി അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് പറയുന്നു, എക്സാമിനേഷൻ ബോർഡ് പരീക്ഷയുടെ ടൈമൊക്കെ മാറ്റി അടുത്ത പരീക്ഷ മുതൽ ക്ലർക്കിന്റെ എക്സാം ഇപ്പൊ നടക്കുന്ന പോലെ OMR രീതിയിലും അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷകൾ ഓൺലൈനുമായിരിക്കും എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ 100 മാർക്കിനാണ് പരീക്ഷ, 1.5 മണിക്കൂറാണ് സമയം, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ടാണ്. ഇതെല്ലാം നമുക്ക് പരീക്ഷയുടെ മാറ്റം വന്നിട്ടുണ്ട്. ഈ സിലബസിനകത്ത് ഒരു മാറ്റവും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇടുമോ എന്ന് ചോദിച്ചപ്പോൾ മാർക്ക് ഡിവിഷൻ വെച്ചിട്ട് ഇടും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് വന്നോട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങാം. എന്തായാലും ലോയോ, ഓപ്പറേഷനോ, അക്കൗണ്ടൻസിയോ, ബാങ്കിങ്ങോ, കോഴ്സിങ് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അല്ലെ ഇംഗ്ലീഷ്, മാത്സ്, GK ഇതെല്ലാം തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ പഠിക്കുക. എന്താണ് എക്സാമിനേഷൻ ബോർഡ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ, അല്ലെ എക്സാമിനേഷൻ ബോർഡ് പരീക്ഷയുടെ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് വേണ്ടത്? അതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ ചോദിച്ചു സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യം. ആ സ്റ്റഡി മെറ്റീരിയലിന്റെ ഇപ്പൊ നമ്മൾ 4 വോളിയമായിട്ട് ഇറക്കാമെന്ന് പറയാൻ സ്റ്റഡി മെറ്റീരിയലിന്റെ 2ാം ഭാഗം ഈ മാസം പകുതിയോടുകൂടി, അല്ലെ ഏപ്രിൽ 15ഓടുകൂടി നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ആദ്യത്തെ ഭാഗം വാങ്ങിച്ചിട്ടില്ലാത്തവർ അത് വാങ്ങിച്ചുകൊള്ളുക. 2ാമത്തെ സ്റ്റഡി മെറ്റീരിയൽ എത്തും. നമ്മൾ 3 മുതൽ 4 വോളിയം കൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ, അതൊരു ബുക്കായിട്ട് തന്നെ അത് പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും എല്ലാം വാങ്ങിക്കാവുന്നതാണ്. അതിന്റെ പ്രോസസ്സിൽ അങ്ങ് നടന്നു പോകും. അത് ഒരാൾ സംശയം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ഇവിടെ നടത്തുന്ന ഈ ക്ലാസ് റെഗുലറായിട്ട് പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന ബാച്ച് ഏതാണോ ആ ബാച്ചിന്റെ സമയത്ത് ഈ ക്ലാസ് ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഗോൾഡ് ബാച്ചിന് പഠിക്കുന്നു. ഗോൾഡ് ബാച്ചിന് പഠിക്കുന്ന സമയം നിങ്ങൾക്ക് 10 മുതൽ 12 മണി വരെയും, അല്ലെ 2 മുതൽ 3 വരെയാണ് നിങ്ങൾ ഗോൾഡ് ബാച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ക്ലാസ് ഉണ്ടാവത്തില്ല. കാര്യം എന്താ, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കണ്ടേ? ഈ ഒരാൾ ചോദിച്ചതിൽ ഇപ്പൊ ആരാണ് തൊട്ട് മുമ്പ് ചോദിച്ച ആദി എന്ന് പറയുന്ന മെയിൽ ID എന്ന് ചോദിച്ച ആൾ അങ്ങനെയല്ലേ ചോദിച്ചേ? അതായത് നിങ്ങൾ ഗോൾഡ് ബാച്ച് പഠിക്കുന്നുണ്ട്. ഹലോ, ഗോൾഡ് ക്ലാസ് ഇപ്പൊ സാധാരണ എത്ര കാണിക്കാം? 10:30 മുതൽ 12 12:30 1 വരെയുള്ള സമയത്തും 2 മുതൽ 3 വരെയുള്ള സമയത്തും. ആ സമയത്ത് അല്ലെങ്കിൽ എപ്പോഴാണോ ആ ബാച്ചിന്റെ ടൈമിലെ ക്ലാസ്, ആ സമയത്ത് ഈ ക്ലാസ് ഉണ്ടാകത്തില്ല. ബാക്കി സമയത്തായിരിക്കും ഈ ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇവിടെ റെഗുലർ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും അറ്റൻഡ് ചെയ്യണ്ടേ? പുതിയ ആൾക്കാർക്ക് മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാല്ലോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അതായിരുന്നു ഡൗട്ട്, അത് ക്ലിയർ ആയി. ഡൗട്ടുകൾ ചോദിച്ചതിന് ശേഷം ഫീസ് പറഞ്ഞാൽ മതിയാവൂല. അല്ലാതെ നിങ്ങൾ ഫീസ് കേട്ടതിന് ശേഷം എന്നാ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് നല്ലത് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആയതിനു ശേഷം ഫീസ് പറയും. ഓക്കെ, ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് പറയുന്നു. ഹലോ സാർ, അതായത് ഇപ്പൊ റെഗുലർ ക്ലാസ്സിനകത്ത് ഇപ്പൊ നമ്മുടെ കോർപ്പറേറ്റ് ലോയുടെ അമെന്റ്മെന്റിന്റെ
ക്ലാസ് ചാപ്റ്റർ 4 വരെയൊക്കെ നന്നായിട്ട് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ആ ഒരു ടൈമും ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോ നമുക്ക് റെഗുലർ ബാച്ചിൽ ഇരിക്കുന്നവർക്ക് അത് വർക്കിന് പോണവർക്കൊക്കെ അത് ബാധിക്കുമോ എന്ന് അറിയാനായിട്ടായിരുന്നു. അതായത് ഈ ക്ലാസ്സും ആ ക്ലാസ്സും വരുമ്പോ എങ്ങനെ ടൈം ക്ലാസ്സിന്റെ നടക്കും. അതായത് ഇപ്പൊ റെഗുലർ ബാച്ചിന് ഇപ്പൊ ചില സമയത്തൊക്കെ ഒരു ദിവസം 2-3 ക്ലാസ് വരെ ഉണ്ടാവാറുണ്ട്. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ റെഗുലർ ബാച്ചിന്റെ ക്ലാസ് നടക്കുമ്പോ ഇപ്പൊ ഇതിനകത്ത് ഈ 75 മിഷൻ എന്നുള്ളതിന്റെ അതിനകത്ത് ക്ലാസ് വരുമ്പോ അത് രണ്ടും എങ്ങനെ ഒരേ സമയത്ത് നടക്കുവോ അതോ അത് കുറച്ച് ടൈം ഡിലേ വരുമോ എന്നുള്ള കാര്യം പറയൂ. കാരണവശാലും സാധിക്കത്തില്ലല്ലോ, ഒരേ സമയത്ത് ഒരു കാരണവശാലും നടക്കാൻ സാധിക്കത്തില്ലല്ലോ 2 ക്ലാസ്. അതായത് നമുക്ക് നിങ്ങളുടെ ആ ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ക്ലാസ് ഉണ്ടാകത്തില്ല. രണ്ടും 2 ബാച്ചാണ്, 2 രീതിയിൽ പോകുന്ന ക്ലാസ്സുകളാണ്. ഇത് നമുക്കതാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റിലൂടെയും കടന്നു പോകുന്ന പിന്നെ ഒരു ക്ലാസ് ആണ്. മറ്റേത് നിങ്ങളിപ്പോ കൃത്യമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചാണ്. നിങ്ങളുടെ ആ സമയത്തെ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാവിലെ നിങ്ങൾക്ക് വെളുപ്പിനെ ക്ലാസ് ഉണ്ടോ? ഇവിടെ വെളുപ്പിനെ ക്ലാസ് ഉണ്ടോ? ഇല്ല ഇല്ല. രാത്രി ഭൂരിഭാഗം ദിവസങ്ങളിലും അല്ലെ രാത്രിയിൽ 9 മണിക്ക് ശേഷം ക്ലാസ് ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പം പിന്നെ അത്തരം സമയങ്ങളൊക്കെ ക്ലാസ്സുകൾ പിന്നെ ഇനി 2 മുതൽ 3:30 വരെ ഗോൾഡ് വാച്ചിങ് ക്ലാസ് ഉണ്ട്. 4 മണി മുതൽ അങ്ങോട്ട് ക്ലാസ് ഉണ്ടോ? ഇല്ല. എന്താ നിങ്ങളുടെ ഒരു കാരണവശാലും റെഗുലർ ബാച്ചിന്റെ പഠനത്തെ യാതൊരു രീതിയിലും ബാധിക്കത്തില്ല. 2 ക്ലാസ് ആണ്, 2 ഫീസാണ്. പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചത് എല്ലാവരും ഉണ്ടാവത്തില്ല, കുറച്ചു പേര് മാത്രമേ ജോലിക്ക് പോകുന്നവരുണ്ടാവത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ക്ലാസ്സുകൾ കാണണമെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ പകൽ സമയം ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, എപ്പോ വേണേലും കാണാമല്ലോ. ഓക്കെ. ഒരാൾ ചോദിച്ചിരിക്കുന്നു, ജോലിക്ക് പോകുന്നവർ റെക്കോർഡഡ് വീഡിയോ എന്തോ കാണുന്നവർക്ക് ഡിഫിക്കൽട്ട് ആവില്ലേ? എല്ലാ റെക്കോർഡഡ് വീഡിയോയും കണ്ട് വായിക്കാൻ പറ്റുന്നില്ല. എല്ലാ റെക്കോർഡഡ് കാണാനെന്നായിരിക്കും സാർ, എല്ലാം കൂടി ഒരുമിച്ച് കാണാനെന്നായിരിക്കും. നമ്മുടെ ജോലിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചേ പറ്റും. നമുക്ക് ഈസി വേ ഒന്നുമില്ല. നമുക്ക് USA വരെ പോകണം, ഫ്ലൈറ്റ് പിടിച്ചേ പോകാൻ പറ്റും അല്ലേ? ഓട്ടോയ്ക്ക് പോകാൻ പറ്റുമോ USA പോകാൻ പറ്റും. ഷിപ്പിലൊക്കെ വെയിറ്റ് വേണമെങ്കിൽ കയറ്റി കൊണ്ടുപോകാം. നമ്മൾ കുറെ സമയം എടുക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഗൾഫിലോട്ട് പോകണം, 3 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് കാറിനങ്ങ് പോയാൽ എപ്പോൾ ചെല്ലും? അപ്പോൾ നമ്മൾ ഒന്നും എന്താണ് ഞാൻ പറയല്ലോ, വിജയത്തിലേക്ക് എത്താൻ യാതൊരുവിധ കുറുക്കുവഴികളും ഇല്ല. നമ്മൾ സമയം കണ്ടെത്തുക. നിങ്ങൾ ആലോചിക്കുക, ജോലിക്ക് പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അതാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി. നിങ്ങൾ 24 മണിക്കൂറും ഒരാൾ 24 മണിക്കൂറും പഠിക്കണമെന്നോ 12 മണിക്കൂറും പഠിക്കണമെന്നുമില്ല. ചില ആൾക്കാർക്ക് പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവും, ചില ആൾക്കാർക്ക് കുറെ സമയം എടുത്തേ പഠിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് അതൊന്നും ഒരു ഇഷ്യൂ അല്ല. നിങ്ങൾക്ക് നിങ്ങളെ ടൈം കൂടുതൽ കണ്ടെത്തുക. ജോലിക്ക് പോകുന്നവരെന്താ, അവർക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് അവർക്ക് ആ സമയം സ്പെൻഡ് ചെയ്തേ പറ്റൂ, അവർക്ക് ജോലിക്ക് പോയേ പറ്റൂ. ബാക്കി സമയം അവർക്ക് പഠിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ അതിനകത്ത് വേറെന്താ കുറുക്കുവഴിയാ ഉള്ളത്? വേറെന്തെങ്കിലും കുറുക്കുവഴി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചോദ്യം ചോദിച്ച ആള് ഒന്ന് കുറുക്കുവഴി എന്തെങ്കിലും ഉണ്ടെ പറയാം. ബിഗിനേഴ്സിന് ഇത് പഠിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ബിഗിനേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. ഒരു പ്രശ്നമില്ല. കാര്യം എന്താ, നമ്മൾ തുടക്കം മുതലുള്ള അല്ലെ എല്ലാ ക്ലാസ്സും എല്ലാ ടോപ്പിക്കും ഇതിനകത്ത് പഠിപ്പിക്കും. ഇനി മറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ നാളുകളായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, എല്ലാ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു റിവിഷന്റെ ആവശ്യമേ വരുന്നില്ല. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മൈക്രോ ഗ്രൂപ്പുകൾ ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മെന്റേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ഡൗട്ടുകൾ അതാത് സമയത്ത് ക്ലിയർ ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. നിങ്ങൾ എൻഗേജ് ആയി ഇങ്ങനെ നിൽക്കും. നമ്മളെന്താ, ഞാൻ ഒരു ഉദാഹരണം പറയാം. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മൾ ആ സിനിമ കംപ്ലീറ്റ് കാണും, ശരിയാണോ? നമ്മളത് കാണും. കാരണം എന്താ, നമുക്കത് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. നമ്മൾ അതിന് മുമ്പ് ഇരുന്നേ പറ്റൂ. ആ 2-2.5 മണിക്കൂർ ഇരുന്നേ പറ്റൂ. എന്നാൽ നമ്മുടെ വീട്ടിൽ അതേ സിനിമ വന്നാൽ നമ്മൾ എന്താണ്, ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും,
ചിലപ്പോൾ അത് പോസ് ചെയ്ത് വെക്കും, നമ്മൾ വെളിയിലോട്ട് പോകും. ഒരു സിനിമ ചിലപ്പം 2 മണിക്കൂർ കൊണ്ട് കാണേണ്ട സാധനം നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ്, വേറെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതെന്താ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ആ ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ നമുക്ക് എന്താ, ഈ ജീവൻ മരണ പോരാട്ടത്തിൽ നമ്മൾ ആരാണോ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് അവര് ജയിക്കും, മറ്റുള്ളവർ പുറമോട്ട് പോകും. പക്ഷെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നമ്മൾ പഠിക്കുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ലീവ് എടുക്കാൻ സാധിച്ചേക്കും, 50 ദിവസം പഠിക്കാൻ സാധിച്ചേക്കും. രാവിലെ നിങ്ങൾ ചില ഒരു പക്ഷേ 6 മണി വരെ കിടന്നുറങ്ങുന്ന ആളാണ്, ഒരു 4 മണിക്ക് എണ്ണീറ്റിട്ട് 4 മണി മുതൽ 6 മണി വരെ പഠിക്കാൻ സാധിക്കും. വൈകിട്ട് ഒരു 11 മണിക്ക് 11 മണിക്ക് കിടക്കുന്ന ആളാണ്, ഒരു 12 മണിക്ക് കിടന്നാൽ അങ്ങനെ പഠിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ സമയം നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? പുതിയ ആക്ട് ആൻഡ് റൂൾ ഒക്കെ ഡീറ്റെയിൽഡ് ആയിരിക്കില്ല അമെൻഡ്മെന്റ്? നമ്മള് എന്താണോ റാങ്കിലേക്ക് എത്താൻ വേണ്ടത്, അത് നമ്മൾ എന്താണോ പഠിക്കേണ്ടത് അത് ഡെഫിനറ്റ് ആയിട്ടും പഠിപ്പിക്കും. പഠിച്ചാലേ നമുക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ പറയല്ലോ, കേസസ് ആക്ട് ആൻഡ് റൂളിലൊക്കെ ആഴത്തിൽ പഠിച്ചാലേ അത് നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അതിന് നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് അത്തരം രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. എല്ലാ വിഷയത്തിനും ഇപ്പൊ ജി കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞാൽ മതി, അതിനകത്ത് എന്താ പിന്നെ ഓരോ വരിയായിട്ട് പറഞ്ഞാൽ മതിയായിരിക്കും. ചിലപ്പോൾ ലോയുടെ ക്ലാസ് പറയുമ്പോൾ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ചെയ്ത് പറയേണ്ടി വരും. അപ്പോൾ ഓരോ ക്ലാസ്സിനും പ്രത്യേകമുണ്ട്. പിന്നെ അതാത് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ ഡൗട്ട് അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യും, ഒരു പ്രശ്നമില്ല. ഇനി ഒരു അധ്യാപകൻ പറയുകയാണ്, പിന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ് എടുത്തു, നിങ്ങൾ ഒരു ഡൗട്ട് ചോദിച്ചു. അപ്പൊ ഡൗട്ട് ചോദിച്ചപ്പോൾ ചില ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, നമുക്ക് അടുത്ത ക്ലാസ് തീർക്കാവുന്നേ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമോ പരീക്ഷയ്ക്ക്? അത് ഇതുവരെ അവർ തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇത് അവർ തീരുമാനിച്ചിട്ടില്ല. PSC പോലും 35% സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇടുന്നുള്ളൂ. അതായത് 65% ക്വസ്റ്റ്യനും അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇട്ടോട്ടെ. ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും? നമുക്ക് ആ വിഷയം അറിഞ്ഞാൽ, വിഷയത്തെക്കുറിച്ച് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററെ കുറിച്ച് കംപ്ലീറ്റ് അറിയാമെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ വിഷയം പഠിച്ചിരിക്കണം, എല്ലാത്തിനെയും കുറിച്ച് അറിവുണ്ടായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ജോലിയിലേക്ക് പെട്ടെന്ന് എഴുതി കയറാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ എന്താണ്, നമ്മള് തീയിൽ കൊടുത്തവൻ വെയിലത്ത് പാടില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ എഴുതാനുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് പൊക്കോളൂ. അപ്പോൾ പഠിച്ചു പൊക്കോളൂ. അപ്പൊ അല്ലെ അതിനനുസരിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പൊക്കോളൂ. പിന്നെ അത് മോഡൽ ക്വസ്റ്റ്യനിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ സർ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പിനകത്ത് എന്താണ്, ലൈവ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസിന്റെ റെക്കോർഡർ വീഡിയോ ഉണ്ടാവും, മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, OMR ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാം ചാലഞ്ച് എന്ന് പറയുന്ന ഏത് സമയത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം ഉണ്ടാവും. പഠിക്കുന്ന പോർഷൻ എന്നുള്ള എക്സാം ഉണ്ടാവും, 100 മാർക്കിന്റെ എക്സാം ഉണ്ടാവും. അങ്ങനെ എല്ലാ രീതിയിലും കൂടെ നമുക്ക് പോകാൻ പറ്റും. ഇനി ബാക്കി ആർക്കും എല്ലാവരുടെയും ചോദ്യങ്ങളൊന്നുമില്ല. കൂടുതലായിട്ട് ചോദ്യങ്ങളെല്ലാം പറയും, എല്ലാവർക്കും ഫീസ് എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഈ കോഴ്സിനെ സംബന്ധിച്ച് വളരെ നമ്മൾ മിനിമലായിട്ടൊരു ഫീസാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. അത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ഒരു 6 മുതൽ 8 മാസം കൊണ്ട് പഠിക്കേണ്ട, അല്ലെ ആ കോഴ്സ് കംപ്ലീറ്റ് നമ്മൾ ഈ ടൈമിനുള്ളിൽ പഠിപ്പിക്കാൻ പോകുന്നു. ആ കോഴ്സിന്റെ ഫീസ് നിലവിൽ പഠിക്കാത്തവർക്ക്, അതായത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ എഡ്യൂകോഴ്സിൽ നേരത്തെ ജോയിൻ ചെയ്തിട്ട് നിർത്തിപ്പോയവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോഴ്സ് ആക്റ്റീവ് അല്ലാത്തവർക്കോ ഫീസ് 2100 രൂപയാണ് ഈ കോഴ്സിന്റെ ഫീസ്, 2100. ഇനി നിലവിൽ പഠിക്കുന്നവർക്ക് 1000 രൂപ ഫീസ് അടച്ചാൽ മതി. ഇപ്പൊ നിലവിൽ ഗോൾഡ് ബാച്ച്, വിന്നേഴ്സ് ബാച്ച്, ഫൈറ്റേഴ്സ് ബാച്ച് ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർ 1000 രൂപ അടച്ചാൽ മതിയാകും. എന്നാൽ നിലവിൽ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾ, അത് മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കാം, പഠിച്ചിട്ട് വന്നവരായിരിക്കാം, പുതുതായിട്ട് പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈ എഡ്യൂകോഴ്സിൽ തന്നെ പഠിച്ചിട്ട് നിർത്തിപ്പോയിട്ട് വീണ്ടും പഠിക്കാൻ വരുന്നവരായിരിക്കാം. അങ്ങനെ ഈ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 2100 ഫീസ്. റെഗുലർ ആയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 1000 രൂപയാണ് ഫീസ്. ആ 1000 രൂപ നിങ്ങൾക്ക് 2 തവണയായിട്ട് അടയ്ക്കാം.
ഈ 2100 രൂപയും 2 തവണയായിട്ട് അടയ്ക്കാനുള്ള അവസരമുണ്ട്. ആദ്യം 1100ഉം അടുത്ത മാസം നെക്സ്റ്റ് മന്ത് ആദ്യം 1000 രൂപയും. അതായത് April 1 ക്ലാസ് തുടങ്ങുന്നു, നിങ്ങൾ 1100 രൂപ അടച്ച് ജോയിൻ ചെയ്യാം. അടുത്ത മാസം April 30 രൂപയുടെ അടച്ച് 1000 രൂപയുടെ അടയ്ക്കുക. അപ്പൊ നിങ്ങൾ പിന്നെ എന്ന് എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ വരുന്നു അന്ന് വരെ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്, പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ ഏതെങ്കിലും ഒരു ബാച്ച്, ഉദാഹരണം പറഞ്ഞാൽ ഗോൾഡ് ബാച്ചിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് അടുത്ത മാസം 15-ാം തീയതി വരെയാണ് അവരുടെ ആക്ടിവേഷൻ ഇപ്പം കറണ്ട് പാക്കേജിൽ നിൽക്കുന്നത്. അവർ ഒരു മാസാമാസം ജോയിൻ ചെയ്യുന്നവരാവാം, ഒരു 2 മാസം കൂടുമ്പം പൈസ അടയ്ക്കുന്നവരാവാം. അപ്പോൾ അടുത്ത മാസം 20-ാം തീയതി വരെ അവരുടെ പാക്കേജ് തീരുന്നു. ഗോൾഡ് ബാച്ച് ഇവിടെ പഠിക്കുന്നവരുടെ കാര്യമാണ്, ഗോൾഡ് ബാച്ച് തീരുന്നു. അപ്പൊ അവർക്ക് ജോയിൻ ചെയ്യാം, 1000 രൂപ അടച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ അവരെ അടുത്ത മാസം 20-ാം തീയതി വരെ ഈ പാക്കേജ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. വീണ്ടും അടുത്ത മാസം അവർ ആ ഗോൾഡ് ബാക്കിന്റെ പാക്കേജ് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി 1000 രൂപ എന്നുള്ള ഒരുമിച്ച് അടയ്ക്കാൻ ഇല്ലാത്തവർക്ക് 2 തവണയായിട്ട് അടയ്ക്കാം. ഈ മാസം 500, അടുത്ത ഈ മാസം വെച്ചാൽ 1-ാം തീയതി April 1 തുടങ്ങുവാണ്, 1-ഓ അതിന് മുമ്പോ 500 അടയ്ക്കാം. അതിനുശേഷം April 30 അടുത്ത 500 അടയ്ക്കാം. അപ്പൊ ഇവിടെ പഠിക്കുന്നവർക്ക് 1000 രൂപ, മറ്റുള്ളവർക്ക് 2100 രൂപ ഫീസ്. അത് 2ആയിട്ട് അടയ്ക്കാം. 1100 ആദ്യം, അടുത്തത് ഒരു മാസത്തിനിടയിൽ, ഒരു മാസത്തെ സമയത്തിനിടയിൽ 1000 കൂടെ. അതായത് 1-ാം തീയതി 1100 അടച്ചെങ്കിൽ April 30-ാം തീയതി അടുത്ത 1000 അടയ്ക്കാം. അങ്ങനെ അപ്പൊ 2200 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മാസം കൊണ്ട് 30 ദിവസത്തിനിടയിൽ നിങ്ങൾ ഈ ഫീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയും. അപ്പൊ പിന്നീട് ഇനി അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞോ 3 മാസം കഴിഞ്ഞോ എക്സാം വന്നാലോ എക്സാം ഡേറ്റ് വരെയും നിങ്ങൾക്ക് ഈ ആപ്പ് അവൈലബിൾ ആവും, ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി നമ്മൾ ക്ലാസ് 75 ദിവസം കൊണ്ട് ക്ലാസ് എടുത്ത് തീർന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പരീക്ഷ വരെ നമ്മൾ റിവിഷനും. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? അതായത് കേരളത്തിൽ ഒരു സ്ഥാപനവും, എല്ലാ സ്ഥാപനവും നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകൾ തന്നിട്ട് നിങ്ങൾക്ക് ഈ ഫീസിൽ പഠിപ്പിക്കുക, ഇതിലും ഉയർന്ന ഫീസിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് ലൈവായിട്ട് തന്നെ എടുക്കുന്നു. നിങ്ങൾ ലൈവിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചു പോവുകയാണ്. പിന്നെ അതിനകത്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൈക്രോ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും. മൈക്രോ സ്റ്റഡി ഗ്രൂപ്പിന് മെന്റർമാരുണ്ടാവും. നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, എല്ലാ റെഗുലർ ബാച്ചിൽ പഠിക്കുന്ന എല്ലാ ആൾക്കാരും ഈ കോഴ്സിന് ജോയിൻ ചെയ്യണം. നിങ്ങൾ റെഗുലർ ബാച്ച് വിട്ടിട്ടല്ല ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ടത്. റെഗുലർ ബാച്ചിൽ പഠിച്ചു ഇതിനകത്ത് ജോയിൻ ചെയ്യണം. അടുത്ത 75 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ സക്സസിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എക്സാം 75 ദിവസത്തിന് എക്സാമിനേഷൻ ബോർഡിന്റെ സൂര്യ സിനീഷ്, അതായത് എക്സാമിനേഷൻ ബോർഡ് ചെയർമാൻ പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹത്തിന് ഒരു ധാരണ ഇല്ലാതെ പറയുമോ? ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും എക്സാം എന്ന് പറഞ്ഞു. ഇനി എന്താ? April May 2 മാസമുണ്ട്, 60 ദിവസം. ഇനി ജൂണിൽ അങ്ങ് നടന്നാൽ പോലും നമുക്കൊരു 15 ദിവസം കൂടെ കിട്ടും. പിന്നെ വീക്കിലി റിവ്യൂ മീറ്റിംഗ് ഉണ്ടാവും. വീക്കിലി നമ്മുടെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടാവും. അതാത് ഗ്രൂപ്പിൽ അതാത് മെമ്പർമായിട്ട് എപ്പോഴും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ വീക്കിലി റിവ്യൂ മീറ്റിംഗും ഉണ്ടാവും. ക്ലാസ് April 1 മുതൽ നമുക്ക് ആരംഭിക്കും. ജോയിൻ ചെയ്യാനുള്ളവരെല്ലാം ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. നമ്മളിപ്പം April 1 മുമ്പ് ജോയിൻ ചെയ്യുന്നവർക്കുള്ള, അല്ലെ April 1 അതിനു മുമ്പോ ജോയിൻ ചെയ്യുന്നവർക്കുള്ള ഫീസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്കൊരു മിനിമം സ്റ്റുഡൻസിനെ നമ്മൾ എടുക്കും. ഈ ബാച്ചിൽ ഒരുപാട് പേരെ എടുക്കുക എന്നുള്ള ലക്ഷ്യമല്ല, പഠിച്ച് ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫീസ് കൂടുതലായിരിക്കും. പുതുതായിട്ട് പിന്നീട് ജോയിൻ ചെയ്യുന്നവർക്ക്, ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഫീസേ ഉള്ളൂ, നിങ്ങളോട് പറയുന്ന ഫീസേ ഉള്ളൂ. പിന്നീട് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഇത്ര പേരിലേക്ക് എത്തിക്കണം എന്നൊരു ടാർഗറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റൊരു ഫീസിലേക്കൂടെ വേണേ പോകാം. പക്ഷെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് April 1 മുതൽ നിങ്ങൾ ഫുൾ ഫീസോ ഫുൾ പേയ്മെന്റോ ഹാഫ് പേയ്മെന്റോ ഒക്കെ അടച്ചിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്താണോ ഫീസ് പറഞ്ഞിട്ടുള്ളത് ആ ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. എന്നാൽ പിന്നീട് ജോയിൻ ചെയ്യുന്നവർക്ക് മറ്റൊരു ഫീസാകും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഗോൾഡ്, സിൽവർ, വിന്നേഴ്സ്, ഫൈറ്റേഴ്സ് പല ബാച്ചുണ്ട്. അത് ഏത് ബാച്ചിൽ പഠിക്കുന്ന ആൾക്കാർക്കായാലും ഇവിടെ 1000 രൂപ മാത്രമേ ഫീസ് ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, ആ 1000 രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മന്ത്ലി അടച്ചു പോകുമ്പോൾ ആ മന്ത്ലി അടച്ചു പോകുന്നതിന്റെ അത്രയും നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്തു. നിങ്ങൾക്ക് അടുത്ത മാസം 20-ാം തീയതി വരെ നിങ്ങളുടെ ഗോൾഡ് ബാച്ച് ഉണ്ട്, അല്ലെ സിൽവർ ബാച്ച് ഉണ്ട്, അല്ലെങ്കിൽ വിന്നേഴ്സ് ബാച്ച് ഉണ്ടെങ്കിൽ ആ വിന്നേഴ്സ് ബാച്ചിന്റെ ആ സമയം വരെ ഇത് ആക്റ്റീവ് ചെയ്യും. വീണ്ടും നിങ്ങൾ വിന്നേഴ്സ് ബാച്ച് അല്ലെ സിൽവർ ബാച്ച് നിങ്ങളുടെ ബാച്ച് വീണ്ടും ഫീസ് അടച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ഇത് ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ്
ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മളിവിടെ നടത്തുന്ന ഡയമണ്ട് ബാച്ച് ഉണ്ട്, അവർക്ക് ഇതിന് യാതൊരുവിധ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല, അവർക്ക് ഫ്രീ ആണ്. നമ്മുടെ ഡയമണ്ട് ബാച്ച് എന്ന് പറയുന്ന ഹൈലി പ്രീമിയം ആയിട്ടൊരു ക്ലാസ് നടത്തുന്നുണ്ട്, അവർക്ക് ഇത് ഫ്രീ ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ സർ ഓരോ നമ്മൾ ദിവസം നിലവിൽ എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട്സ് PDF ആയിട്ട് ഗ്രൂപ്പിൽ അയക്കൂ. പിന്നെ നമ്മുടെ എല്ലാ ക്ലാസ് എല്ലാ ആപ്പിനകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് നോട്ട് വേണ്ടവർക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ വോളിയൂംസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത എക്സാമിന് മുമ്പായിട്ട് തന്നെ കംപ്ലീറ്റ് വോളിയൂംസും പബ്ലിഷ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങിക്കും. ഇപ്പൊ ഫസ്റ്റ് വോളിയം തന്നെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ മാസം ഇറങ്ങിയതാണ്. ഏറ്റവും അപ്ഡേറ്റഡ് ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. 464 രൂപയാണ് ആ സ്റ്റഡി മെറ്റീരിയലിന്റെ വില. അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. ആപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പരീക്ഷ വരെ എക്സാം ടൈം വരെയും നിങ്ങൾക്ക് PDF ആയിട്ട് ആപ്പിനകത്ത് നിങ്ങളുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. നിങ്ങൾക്ക് അത് വാട്സാപ്പിൽ കിടക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അത് എടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്, ആപ്പിനകത്തുണ്ട്. ഓക്കെ സർ, ഞങ്ങൾ ഗോൾഡ് ബാച്ചിലെ മെന്റർക്കാണോ ഫീ അയച്ചു കൊടുക്കേണ്ടത്? എങ്ങനെ ജോയിൻ ചെയ്യേണ്ടത്? ആരോടെ കോണ്ടാക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യേണ്ട നമുക്കൊരു QR കോഡ് ഉണ്ട്, നമുക്കൊരു അക്കൗണ്ട് നമ്പർ ഉണ്ട്, ഒരു UPI ID ഉണ്ട്. ഇതിൽ എങ്ങനെ വേണേലും ഫീസ് അടയ്ക്കാം. അടച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ 600 എന്ന് പറയുന്ന നമ്പർ 77 361 93 600 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എങ്ങനെയാണോ ഫീസ് അടയ്ക്കുന്നത് ആ നമ്പറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക, അത് അവിടുന്ന് ആക്ടിവേറ്റ് ചെയ്ത് തരും. പിന്നെ ജോയിൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമ്മുടെ വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ മിഷൻ 75 ഡേയ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും. ഓക്കെ സാർ ആ നമ്പറും ഉള്ളത് ആ ഗ്രൂപ്പിലൊന്നുണ്ട്. നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്തോണേ. നിങ്ങൾക്ക് ഗൂഗിൾ പേ എടുത്താൽ അവിടെ UPI ID അല്ലെ UPI നമ്പർ എന്നുണ്ട്. നമ്മുടെ UPI ID അവിടോട്ട് അടിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഫീസ് അടയ്ക്കാം. ഗൂഗിൾ പേയോ അല്ലെ ഫോൺ പേയോ ഒക്കെ എടുത്താൽ അവിടെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ആ ബാങ്ക് ട്രാൻസ്ഫർ അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ IFSC കോഡും അടച്ചാൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ഇനി നിങ്ങളുടെ മൊബൈൽ എടുത്ത് സ്കാൻ ചെയ്താൽ ഇപ്പോൾ ഒരു മൊബൈലിലോട്ട് നമ്മുടെ QR കോഡ് ഇട്ടിട്ട് നിങ്ങളുടെ മൊബൈലിൽ സ്കാൻ ചെയ്യണം. എടുത്ത് കടയിൽ നിന്ന് പോയി സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫീസ് അടയ്ക്കാം. ആ ഫീസ് അടച്ചിട്ട് നമുക്ക് ഒരു നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ അവിടെ നിന്ന് ആക്റ്റീവ് ചെയ്ത് തരും. 77 361 93 600 ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫീസ് അടയ്ക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിൽ ഇടാം. ഇപ്പൊ മുതൽ ജോയിൻ ചെയ്ത് തുടങ്ങുക. ഞാൻ പറയുന്നു, നമുക്കൊരു ടാർഗറ്റഡ് സ്റ്റുഡൻസ് ഉണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ വരെയാണ് ഈ ചെറിയ ഫീസ്. അതുകൊണ്ടാണ് ഈ ചെറിയ ഫീസ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് എത്ര, എന്തായാലും April 1 വരെ ഇതായിരിക്കും ഫീസ്. April 1 ശേഷം ഇതിൽ കൂടുതൽ ഫീസ് വരാം പിന്നീട് ജോയിൻ ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് ഇപ്പൊ ഈ അവസരം ഇപ്പൊ തന്നെ ഇന്ന് മുതൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇന്ന് മുതൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇന്ന് മുതൽ ആപ്പ് ആക്ടിവേറ്റ് ആയി ചെയ്തു കൊടുക്കും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ നമുക്ക് കാരണം പുതിയ രീതിയിൽ മാറുന്ന എക്സാമിനെ തീവ്രമായിട്ട് തന്നെ നമ്മൾ സമീപിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ള സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്ത് ഈ പരീക്ഷയ്ക്ക് 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് മുന്നിൽ എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പറയുന്നു. ഇതിലല്ലേ ഉണ്ണിക്കുട്ടൻ സാറുടെ ക്ലാസ് ഒക്കെ സാറിന് അങ്ങനെയുള്ള നിരവധി അധ്യാപകരുണ്ട് നമുക്ക്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോ പ്ലേ സ്റ്റോറിൽ എജുക്കോസി ലേണിംഗ് ആപ്പ് എടുത്തിട്ടല്ലേ? എജുക്കോസി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സോറി, മിഷൻ 75 ഡേയ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം ഇട്ടു തരാം എങ്ങനെയാണെന്നുള്ളത്. എജുക്കോസി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് അതിന് ശേഷം നമ്മുടെ ഗൂഗിൾ പേ വഴി നമ്മുടെ അക്കൗണ്ടിലേക്കോ QR കോഡ് വഴിയോ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തിയതിന് ശേഷം നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്തിരുന്നതായിരിക്കും. ഓക്കെ സാറ് നിലവില് ഫീസ് അടച്ചോണ്ടിരിക്കുന്നതും പിന്നെ എക്സ്ട്രാ ഫീസ് ഇതിന്റെ അങ്ങനെയല്ലേ? ഇതൊരു പ്രത്യേക കോഴ്സാണ്. നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ പഠിച്ചു പോകുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഫീസിൽ 50% ഇളവെന്ന് കണക്കാക്കി നിങ്ങൾ 1000 രൂപ അടച്ചാൽ മതിയോ? ഓക്കെ, അല്ല, 1000 എന്ന് പറയുന്നത് ഈ നമ്മള് മന്ത്ലി അടക്കുന്നത് കൂടാതെ ഉള്ളതല്ലേ പറയുന്നത്?
നിങ്ങൾ മന്ത്ലി ഫീസ് അടയ്ക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പകുതി ഫീസ് തന്നിരിക്കുന്നത്. നിങ്ങളിത് ഒറ്റത്തവണയായിട്ട് അടച്ചാൽ പിന്നെ നിങ്ങൾ മന്ത്ലി അടയ്ക്കുന്ന കൂട്ടത്തിൽ ഇത് ഈ ആ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് വരെയാണോ നിലവിൽ റെഗുലറായിട്ട് പഠിക്കുന്ന അതിന്റെ വാലിഡിറ്റി വരെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് തരും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അടയ്ക്കാം. ഈ മാസം അടുത്ത മാസമായിട്ട് അടയ്ക്കാം, ഹാഫായിട്ട് വേണേൽ അടയ്ക്കാം. ഈ മാസം 500, അടുത്ത മാസം 500 അടയ്ക്കാം. ഓക്കെ ഓക്കെ. ഈ കോഴ്സിന്റെ ഫുൾ ഫീസ് ആണ് 1000 എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ട് പഠിക്കുന്നവർക്ക് ഈ കോഴ്സിന്റെ ഫുൾ ഫീ ആണ് 1000 എന്ന് പറയുന്നത്. ഇവിടെ റെഗുലർ ആയിട്ട് പഠിക്കാത്ത മറ്റാൾക്കാരുണ്ടെങ്കിൽ, ഇവിടെ ഒരു കോഴ്സിലും പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള ഫീസാണ് 2100 എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റെന്തെങ്കിലും ചോദിക്കാം? ഗോൾഡ് ബാച്ചിലുള്ളവർക്ക് ഹാഫ് ഫീ വെച്ച് അടയ്ക്കാമല്ലോ. ഗോൾഡ് ബാച്ചിൽ നിങ്ങൾ മന്ത്ലി ഫീസ് ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതിന്റെ ഫീസ് 1000 നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഈ മാസം 500 അടയ്ക്കാം, അടുത്ത മാസം 500 അടയ്ക്കാം. 5 ഫീ ചോദിച്ച സംശയമാണ്. പിന്നെ 75 ദിവസങ്ങളിൽ നമ്മൾ ഏപ്രിൽ 1-ന് 500 അടയ്ക്കുക, അടുത്ത മെയ് 1-ന് അടുത്ത ഫീസ് അടയ്ക്കുക 500. ഓക്കെ. 5 ക്ലിയർ ആയോ? നമ്മുടെ ഫസ്റ്റ് വോളിയം ഉണ്ട്, ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തവർ വാങ്ങിക്കുക. സെക്കൻഡ് വോളിയം ഉടനെ ഇറങ്ങുന്നതാണ്, അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ലാത്തവർ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സംശയങ്ങള്, ഫൈറ്റേഴ്സ് ബാച്ച് മന്ത്ലി ഫീ എത്രയാണ്? നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, വാട്സപ്പ് മെസ്സേജ് ചെയ്യണം. അത് പുതിയ ഫീസ് പറഞ്ഞു. മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഓക്കെ, മറ്റെന്തെങ്കിലും ഉണ്ടോ? ഫീസ്, മിഷൻ, റെഗുലർ ബാച്ച്. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ആ, അത് ഇന്നിപ്പോ 1000 രൂപേന്റെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഗോൾഡ് ബാച്ചിലുള്ളത്. അപ്പോ ഏപ്രിൽ 13 വരും വാലിഡിറ്റി. അപ്പോ പിന്നെയും ഈ 1000 രൂപേന്റെ ഈ 75 ഡേയ്സ് കോഴ്സ് കിട്ടാൻ പിന്നെ ഞാൻ പേയ്മെന്റ് നടത്തണം ഏപ്രിൽ 13-ന്? ഞാൻ പറയല്ലോ, നമ്മളെ റെഗുലർ കോഴ്സ് മറ്റൊരു കോഴ്സാണ്, ഇത് മറ്റൊരു കോഴ്സാണ്. രണ്ട് പ്രോഡക്റ്റ് ആണ്. ഓക്കെ. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് മറ്റൊരു പ്രോഡക്റ്റ് കിട്ടുകയല്ല, അതിന്റെ 50% കൊണ്ട് മറ്റേ പ്രോഡക്റ്റ് കിട്ടുന്നു എന്നങ്ങ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ കടയിൽ പോയി സോപ്പ് വാങ്ങിക്കുമ്പോൾ ഒരു സോപ്പിന്റെ ഫീസ് നിങ്ങൾ അടച്ചു, ഒരു സോപ്പ് ഫുൾ ഫീസ് അടച്ചു വാങ്ങിച്ചു, മറ്റേ സോപ്പിന് 50% അടച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പൊ ആ സോപ്പ് കൂടെ കിട്ടും എന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് നിങ്ങൾ മന്ത്ലി ഫീസ് അടയ്ക്കുന്നു, അത് നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു മറ്റൊരു കോഴ്സാണ്. നിങ്ങൾ ആ കോഴ്സിൽ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആനുകൂല്യം തരുന്നു, നിങ്ങൾക്ക് 50% ഫീസ് അളവ് തരുന്നു. മനസ്സിലായോ? ഓക്കെ. നിങ്ങൾ ഒരു കാരണം ഇത് യാതൊരു രീതിയിലുള്ള നിങ്ങൾക്ക് യാതൊരു എന്താണ് ഈ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ബിലോ ആയിട്ടുള്ള വളരെ മിനിമലൈസ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് യാതൊരു രീതിയിലും അത് നിങ്ങൾക്ക് അടുത്ത പരീക്ഷയെ സമീപിക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ സമീപിക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾ അതിനെ ആ ഫീസ് അടച്ചുകൊണ്ട് ഈ ഫീസ് അടയ്ക്കണോ, അല്ലെ അതിന് ഇത്ര ഫീസ് അടച്ചു ഇതിന് ഇത്ര ഫീസ്, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. നമ്മൾ ജോലിയിലേക്ക് എത്താൻ കിടമത്സരം നടക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ വിദ്യാർത്ഥികളെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ളൊരു കോഴ്സ് കൂടെ നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടോ? അതായത് ഈ മിഷൻ 75 ഡേയ്സ് എന്ന് പറയുന്ന ഈ കോഴ്സിന് ഗോൾഡ് ബാച്ചിൽ പഠിക്കുന്നവർക്ക് ആ 75 ദിവസവും പഠിക്കുന്നതിന് 1000 രൂപ മതി. 75 ദിവസം പഠിക്കുന്നത് 1000 രൂപ മതി. പക്ഷെ അവര് മന്ത്ലി ഫീസ് അടയ്ക്കുന്നത് അതുപോലെ തന്നെ തുടർന്ന് പോവുക. ഗോൾഡോ വിന്നേഴ്സോ ഫൈറ്റേഴ്സോ അതുപോലെ തന്നെ തുടർന്ന് പോവുക.
ഇനി അതല്ല പുതുതായിട്ട് വെളിയിൽ നിന്ന് വന്ന ഒരാളാണ്, ഇപ്പൊ ഇവിടെ ഒരു കോഴ്സിലും പഠിക്കാത്ത ഒരാളാണ്, അവർ 2200 രൂപ അടയ്ക്കുക, 2 തവണയായിട്ട് അടയ്ക്കുക, ഈ മാസം അടയ്ക്കുക, അടുത്ത മാസം അടയ്ക്കുക. അപ്പൊ അതോടെ അവരുടെ ഫീസ് കംപ്ലീറ്റ് ആയി, അവർക്ക് 75 ദിവസവും കിട്ടും, അല്ലെങ്കിൽ എക്സാം വരെ കിട്ടും. ഓക്കെ, 75 ദിവസം എന്ന് പറഞ്ഞാലും അടുത്ത CSEB എക്സാം എന്ന് വരുന്നോ അന്ന് വരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? കൃഷ്ണ എന്ന് പറയുന്ന ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. സാർ ഒരു ഡൗട്ടും കൂടി ഉണ്ട്. നമ്മൾ വീക്കിലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ. ആ വീക്കിലി എക്സാംസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നെടുത്ത ആ ഒരു ആഴ്ചയിലത്തെ ആണല്ലോ ഇപ്പൊ ഞായറാഴ്ച എക്സാം വരുന്നത്. അതുപോലെ രണ്ടാമത്തെ രണ്ട് എക്സാം നിങ്ങൾ പഠിച്ച പോർഷനിൽ നിന്നും ഉണ്ടാവും, പഠിക്കാത്ത പോർഷനിൽ നിന്നും ഉണ്ടാവും. അതെന്നുവെച്ചാൽ നമ്മൾ പഠിച്ച പോർഷനിൽ നമ്മൾ പഠിച്ചോന്ന് ചെക്ക് ചെയ്യുക ഒരാഴ്ചത്തേത്. ഇനി പഠിക്കാത്ത പോർഷൻസിലെ ആകുമ്പോൾ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കൂടെ പരിചയപ്പെടാം. ചോദിച്ചോളൂ മീര, എന്താ ചോദിക്കാമെന്ന് ചോദിച്ചോളൂ. സാർ വീക്കിലി എക്സാമിന്റെ കാര്യമായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എടുത്തത് തന്നെയാണോ അതിൽ എടുക്കാത്തത് മിക്സ് ചെയ്ത് വരോ, അത് ആ കാര്യമായിരുന്നു ചോദിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ 3-ാമത്തെ ആഴ്ച എക്സാം ഇടുമ്പോൾ മുന്നത്തെ മുതലുള്ള പോർഷൻസിന്റെ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടാണോ വരാ, അതോ തൊട്ട് മുന്നത്തെ ആഴ്ചയിലത്തെ മാത്രം എക്സാം ആയിട്ടാണോ നടത്താന്നുള്ളത്? ഓക്കെ, നമുക്ക് എല്ലാ ആഴ്ച അതാത് ആഴ്ച പഠിക്കുന്നതിന്റെ എക്സാം അതാഴ്ച ഉണ്ടാവും. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ പഠിക്കുന്നതിന്റെ എക്സാം അത് പ്രത്യേകമായിട്ടുണ്ടാവും. അങ്ങനെ എക്സാംസ് എഴുതാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നില്ല, കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. പിന്നെ പഠിക്കാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയ എക്സാമും ഉണ്ടാവും. നമുക്ക് ഒരു സാധ്യതയുണ്ടല്ലോ, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അല്ലെ, ഇപ്പം റോബർട്ട് ഓവൻ ആരാണ് കോർപ്പറേഷന്റെ പിതാവ്, റോബർട്ട് ഓവൻ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലാതെ ഉള്ള ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള അല്ലെ അതിനെ അടിസ്ഥാനമുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള എക്സാമും ഉണ്ടാവും. നിങ്ങൾക്ക് ആപ്പ് തുറന്നാൽ ഏത് സമയത്തും എക്സാം എഴുതാമല്ലോ. അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും കിടക്കുകയാണ്. എപ്പോൾ വേണേലും നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കാവുന്നേ ഉള്ളൂ, പഠിച്ചതും പഠിക്കാത്തതുമായ ഭാഗത്ത്. ഓക്കെ, അപ്പൊ എല്ലാവരും അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ സംശയങ്ങളൊന്നും ഇല്ലെന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു നാളേക്കായി പരിശ്രമിക്കാം. ഒരിക്കലും പരിശ്രമിക്കാൻ പരാജയപ്പെടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ.